ഹലോ. മുത്തശ്ശി തൻ്റെ പേരക്കുട്ടിയോട് പറഞ്ഞു, മഴ പെയ്യുമ്പോൾ മാത്രം കുട തേടി ആരെങ്കിലും വന്നാൽ നിന്റെ കുട ആർക്കും നീ കടമായി കൊടുക്കരുത്. പേരക്കുട്ടിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. എങ്കിലും അയാളുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ എപ്പോഴോ മുത്തശ്ശി പറഞ്ഞത് വെറുമൊരു സുന്ദരമായ വാക്യം മാത്രമായിരുന്നില്ലെന്നും അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നും അയാൾക്ക് ബോധ്യപ്പെട്ടു. ആവശ്യങ്ങളുള്ളപ്പോൾ മാത്രം നമ്മളെ തേടി വരുന്ന ചില മനുഷ്യരുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ അവർ നമ്മളെ അതിവേഗത്തിൽ മറന്നു പോകും. അവർ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നേരിടുമ്പോൾ അവർ നമ്മളെ ഓർക്കും, നമ്മുടെ അരികിലേക്ക് ഓടി വരും. അതല്ലെങ്കിലും മഴ പെയ്യുമ്പോഴാണല്ലോ കുടയെക്കുറിച്ച് നമ്മൾ ഓർക്കാറുള്ളത്. അതിനുശേഷം എവിടേക്കോ നമ്മളത് വലിച്ചെറിയും. വീണ്ടും മഴ പെയ്യുമ്പോൾ നമ്മൾ ആ കുടയെ തേടിപ്പോകും. മുത്തശ്ശി പറഞ്ഞ കഥയിലെ കുട പോലെ ആയിത്തീർന്നിട്ടുണ്ട് നമ്മിൽ പലരുടെയും ജീവിതം. ആരൊക്കെയോ അവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച് തേഞ്ഞു പോകുന്ന ഒരു കുട. തീർച്ചയായും നമ്മളെല്ലാവരെയും സഹായിക്കണം. പക്ഷേ ആവശ്യ നേരങ്ങളിൽ മാത്രം നമ്മളെ ഓർക്കുകയും ഓടി വരികയും നമ്മുടെ സഹായം തേടുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് നമ്മൾക്ക് ഒരു കരുതൽ ഉണ്ടായിരിക്കണം. ചിലപ്പോഴൊക്കെ നാം പറ്റിക്കപ്പെടുകയാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ നിന്നു കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ബലഹീനതയല്ല. തീർച്ചയായും അവരോടുള്ള സ്നേഹവും അവരോടുള്ള ഇഷ്ടവുമൊക്കെ തന്നെയാണ്. എങ്കിലും തുടർച്ചയായി ചതിക്കപ്പെടുന്ന, മഴ വരുമ്പോൾ മാത്രം ചൂടുന്ന കുടയായി നമ്മൾ മാറാതിരിക്കുന്നതാണ് നല്ലത്. അവരുടെയൊക്കെ ജീവിതത്തിൽ നന്മയും വസന്തവും സൂര്യനുദിക്കുന്ന കാലങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ നമ്മളെ ഓർക്കാറില്ല. എത്രയോ അനുഭവങ്ങൾ നമ്മൾക്കുണ്ടല്ലേ. നെവർ lend your umbrella to someone who remembers you only when it rains. മഴ പെയ്യുമ്പോൾ മാത്രം നമ്മെ ഓർക്കുന്നവർക്ക് കുട കടമായി കൊടുക്കരുത്. മുത്തശ്ശി പറഞ്ഞ ഈ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരാൽ ഉപയോഗിക്കപ്പെടുകയാണ്. ആ ഉപയോഗം തുടരുന്നിടത്തോളം കാലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എല്ലാവരെയും സഹായിക്കുമ്പോഴും എല്ലാവർക്കും ഉപയോഗിച്ച് തീർക്കാനുള്ള ഒരു ജീവിതം മാത്രമായി നമ്മുടേത് തീരരുത്. കുറച്ച് വിവേകം, കുറച്ച് കരുതൽ തീർച്ചയായും നമുക്ക് ഈ ജീവിതത്തിന് ആവശ്യമുണ്ട്. ആരെയും സഹായിക്കരുത് എന്നൊന്നുമല്ല ഞാൻ ഈ പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാവരെയും സഹായിക്കുമ്പോഴും സ്വന്തം അന്തസ്സും അഭിമാനവും ആഭിജാത്യവും ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ സമഗ്രതയ്ക്കും വളരെ പ്രധാനമാണ്. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥനയും.